പ്രധാനമന്ത്രിയുടെ പേരിലെ സ്വയം തൊഴിൽ വായ്പ മറയാക്കി പരലിൽ നിന്നുമായി കോടികൾ തട്ടിയ മുഖ്യപ്രതിയും പങ്കാളിയും പിടിയിൽ. കുളത്തൂപ്പുഴ 11-ാം മൈൽ സുമിത ഭവനിൽ സുമിതയുടെ പങ്കാളി ഏരൂർ ചില്ലിംഗ് പ്ലാന്റ് വിപിൻ സദനത്തിൽ 42 വയസ്സുള്ള വിപിൻ കുമാർ എന്നിവരെയാണ് കുളത്തൂപ്പുഴ പോലീസ് അറസ്റ്റ് ചെയ്തത്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കുളത്തൂപ്പുഴ സർക്കിൾ ഇൻസ്പെക്ടർ ബി അനീഷിന്റെ നിർദ്ദേശപ്രകാരം സബ് ഇൻസ്പെക്ടർ സജി GS നേതൃത്വത്തിലുള്ള പോലീസ് വിപിനെ ഇന്നലെ രാവിലെയോടെ പിടികൂടിയിരുന്നു. ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്നുമാണ് ഏരൂർ പാണയത്ത് ഒളിവിൽ താമസിച്ചിരുന്ന സുമിതയെ പോലീസ് പിടികൂടിയത്. സുമിത, വിപിൻ എന്നിവരെ കൂടാതെ കുളത്തൂപ്പുഴ സ്വദേശികളായ രമ്യ പ്രദീപ്, ഇവരുടെ ഭർത്താവ് ബിനു എന്നിവരടങ്ങുന്ന സംഘമാണ് തിരുവനന്തപുരം, കൊല്ലം ജില്ലയിൽ നിന്നുള്ള നിരവധി ആളുകളിൽ നിന്നും കോടികൾ തട്ടിച്ചത്. ലക്ഷങ്ങൾ വായ്പ ലഭിക്കുമെന്നും ഇതിനായി മാർജിൻ മണി എന്ന നിലയിൽ കുറച്ച് തുക അടയ്ക്കണമെന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ചായിരുന്നു തട്ടിപ്പ്. വായ്പ ലഭിക്കുമ്പോൾ മുൻകൂർ വാങ്ങിയ പണത്തിന് പുറമെ സ്ഥാപനങ്ങൾ ആരംഭിക്കാനുള്ള തുക കൂടി നൽകുമെന്നുള്ള ഉറപ്പിൽ ലക്ഷങ്ങൾ തട്ടിച്ചു. പറഞ്ഞ സമയം കഴിഞ്ഞിട്ടും വായ്പയോ വാങ്ങിയ തുകയോ ഇല്ലാതായതോടെ കുളത്തൂപ്പുഴ കടക്കൽ സ്വദേശിനികൾ പോലീസിൽ പരാതി നൽകി. ഇതോടെ പ്രതികൾ ഒളിവിൽ പോയി. ഒളിവിലിരുന്നും പ്രതികൾ പരാതിക്കാരെ ഭീഷണിപ്പെടുത്തുകയും പണം നൽകിയില്ലെന്ന് പറയുകയും ചെയ്തു. ഇതിനിടയിൽ രമ്യയെ ചിത്ര പോലീസ് അറസ്റ്റ് ചെയ്തു. പോലീസിൽ നിന്നും നീതി ലഭിക്കാതായതോടെ പരാതിക്കാരായ ലിഷ, ഉമ, ധനൂജ എന്നിവർ സുമിതയുടെ ഭാരതീപുരത്തുള്ള വീടിന് മുന്നിൽ ആരംഭിച്ച സമരം 100 ദിവസം പിന്നിട്ടപ്പോഴാണ് പ്രധാന പ്രതികൾ പിടിയിലായിരിക്കുന്നത്. സുമിതയുടെ ബാങ്ക് അക്കൗണ്ടിലെത്തിയ ലക്ഷങ്ങൾ വിപിന്റെ അക്കൗണ്ടിലേക്ക് മാറ്റിയതിന്റെ തെളിവുകൾ പോലീസ് ലഭിച്ചിട്ടുണ്ട്. വിപിന്റെ അക്കൗണ്ടിൽ നിന്നും ലക്ഷങ്ങൾ ചില ബ്ലേഡ് മാഫിയകളുടെ പക്കൽ എത്തിയതായി പരാതിക്കാർ ആരോപിച്ചിരുന്നു. ഒളിവിലുള്ള ബിനുവിനെ ഉടൻ പിടികൂടുമെന്നും പോലീസ് പറഞ്ഞു. ASI വിനോദ്, സിവിൽ പോലീസ് ഓഫീസർമാരായ രതീഷ്, സുജിത്ത്, വിമൽ, ഗിരീഷ്, കൃഷ്ണദാസ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ പിടികൂടിയത്. നാട്ടുവാർത്ത, കുളത്തൂപ്പുഴ.